പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 25ഓളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുമല്ലോ. ഇനി നമുക്ക് നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗലീലി കടലിൻ്റെ മറ്റൊരു പേര്. ഉത്തരം തിബേരിയാസ്. രണ്ടാമത്തെ ചോദ്യം, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു പീലിപ്പോസിനോട്. മൂന്നാമത്തെ ചോദ്യം, ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരനും ആയവൻ ആര്? ഉത്തരം അന്ത്രയോസ്. നാലാമത്തെ ചോദ്യം, കുട്ടിയുടെ കൈവശം എന്തുണ്ട് എന്നാണ് അന്ത്രയോസ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം 5 ബാർലിയപ്പവും 2 മീനും. അഞ്ചാമത്തെ ചോദ്യം, 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ അവർ ശേഖരിച്ചു? 12. ആറാമത്തെ ചോദ്യം, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ഉത്തരം അടയാളം കണ്ട ജനങ്ങൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞതാണ്. യോഹന്നാൻ 6:16 അനുസരിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ വൈകുന്നേരമായപ്പോൾ എവിടേക്കാണ് പോയത്? ഉത്തരം കടൽക്കരയിലേക്ക്. എട്ടാമത്തെ ചോദ്യം, ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പോയത്? ഉത്തരം കഫർനാമിലേക്ക്. ഒൻപതാമത്തെ ചോദ്യം, എത്ര ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശു കടലിനു മീതെ നടന്ന് വെള്ളത്തെ സമീപിക്കുന്നത് കണ്ടത്? ഉത്തരം 25-30 സ്ഥാദിയോൺ ദൂരം. പത്താമത്തെ ചോദ്യം, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന ഡാഷ് അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഉത്തരം നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി. 11ാമത്തെ ചോദ്യം, എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ ഡാഷ് വച്ചിരിക്കുന്നു, പൂരിപ്പിക്കുക. ഉത്തരം അംഗീകാരമുദ്ര. 12ാമത്തെ ചോദ്യം, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ എന്ത് ചെയ്യണമെന്നാണ് യേശു പറയുന്നത്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. 13ാമത്തെ ചോദ്യം, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം യോഹന്നാൻ 6:35. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ എന്ന് ഉയർപ്പിക്കണമെന്നാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഉത്തരം അന്ത്യദിനത്തിൽ. 15ാമത്തെ ചോദ്യം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പ്രവാചക ഗ്രന്ഥങ്ങളിൽ. 16ാമത്തെ ചോദ്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് എന്തുണ്ട്? ഉത്തരം നിത്യജീവൻ. പിതാക്കന്മാർ മരുഭൂമിയിൽ എന്താണ് ഭക്ഷിച്ചത്? ഉത്തരം മന്ന. 18ാമത്തെ ചോദ്യം, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ആരാണ് ഇത് പറഞ്ഞത്? ശിഷ്യന്മാർ. 19ാമത്തെ ചോദ്യം, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, ഇതാരുടെ വാക്കുകളാണ്? ഉത്തരം ശിമയോൻ പത്രോസിൻ്റെ. 20ാമത്തെ ചോദ്യം, നിങ്ങൾ 12 പേരിൽ ഒരുവൻ പിശാചാണ് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം യൂദാസിനെക്കുറിച്ച്. 21, യൂദാസിൻ്റെ പിതാവ് ആര്? ഉത്തരം ശിമയോൻ സ്കറിയോത്ത. 22, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളുണ്ട്? ഉത്തരം 4. 23, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ ആദ്യത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം അപ്പം വർദ്ധിപ്പിക്കുന്നു. 24ാമത്തെ ചോദ്യം, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 71. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25ാമത്തെ, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ അവസാനത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം നിത്യജീവൻ്റെ വചസ്സുകൾ. ഇങ്ങനെ 25ഓളം ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നന്നായി പഠിച്ച് തയ്യാറെടുക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.